പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ആരുടെ അടുക്കൽ? തിരുവെഴുത്ത് പറയുന്നു, യഹോവ ഭക്തൻ്റെ അടുക്കൽ അതെത്തുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കൽ അതെത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന, ധിക്കാരം കാട്ടുന്ന വലിയ തിരകൾ പോലെയുള്ള അന്ധകാരത്തിൻ്റെ ശക്തിയുടെ പ്രകടമായ ഭാവങ്ങൾ, പ്രവൃത്തികൾ എത്ര ഇരച്ചു വന്നാലും പ്രാർത്ഥിക്കുന്ന നിന്റെ അടുക്കൽ അതെത്തുകയില്ല. വളരെ അടുത്തുവരെ വരുന്നത് പോലെ അനുഭവപ്പെട്ടാലും അത് നിന്നെ തൊടുകയില്ല. വിശ്വസിക്കാമോ? അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വചനം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിമുഴക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തൊടുകയില്ല, നിങ്ങളുടെ അടുക്കൽ പോലും എത്തുകയില്ല, നിങ്ങളെ മുക്കിക്കളയാൻ കഴിയുകയില്ല. യേശു ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചു, വലിയ തിരകൾ ഉയർന്നു, പടകിന് നേരെയാണ് അടിച്ചത്. പടകിൽ വെള്ളം കയറുവാൻ തുടങ്ങി. വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ നശിച്ചു പോകുന്നു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. പടകിൻ്റെ അമരത്ത് കിടന്നുറങ്ങുന്ന യേശുവിനെ അവർ ഉണർത്തി. കാറ്റടിക്കുന്നുണ്ട്, വെള്ളം പൊങ്ങുന്നുണ്ട്. ഇതൊന്നും കാര്യമാക്കാതെ ഒരുവൻ പടകിൻ്റെ അമരത്ത് ഉറങ്ങുന്നുണ്ട്. ഇന്ന് പകൽ ആ പടകിൻ്റെ അമരത്ത് ഉറങ്ങുന്ന യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്നൊന്ന് ഉറങ്ങിക്കൂടെ? ഒരു പാട്ട് പാടിക്കൊണ്ട് ഒന്ന് വിശ്രമിച്ചുകൂടെ? ഒന്ന് സ്തോത്രം ചെയ്തുകൂടെ? അവനെ മുക്കിക്കളയാൻ ശക്തിയില്ലെങ്കിൽ അവൻ്റെ മാറിൽ ചാരിക്കിടക്കുന്ന നിന്നെയും മുക്കിക്കളയുവാൻ കഴിയുകയില്ല. നിന്റെ വലം കൈക്ക് ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെരുവെള്ളം നിന്റെ അടുക്കലോളം എത്തുകയില്ല. പ്രാർത്ഥിക്കുന്നവനെ അത് തൊടുകയില്ല. ദാവീദ് തൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഉയരത്തിൽ നിന്നൊരു കരം വന്നു, ദാവീദിനെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. നിങ്ങളെ മുക്കിക്കളയാനും ഒഴുക്കിക്കളയാനും ശക്തിയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് രാഞ്ഞടിച്ചാൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഭക്തി മുറുകെ പിടിച്ചാൽ മതി, പ്രാർത്ഥന കൂട്ടിയാൽ മതി, വിശ്വസിച്ചാൽ മതി, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങളെ തൊടുകയില്ല. ദൈവവചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.